നമസ്കാരം. ഹിന്ദി സംസാരിക്കുന്നവരുടെ മാത്രം പാർട്ടിയായി ബി.ജെ.പിയെ കണ്ട ഒരു കാലമുണ്ടായിരുന്നു. ബി.ജെ.പിയുടെ തുടക്കം മുതൽ ഏകദേശം 2 പതിറ്റാണ്ടോളം രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ദില്ലി, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മാത്രം പാർട്ടിയായാണ്, അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മാത്രം പാർട്ടിയായാണ് ബി.ജെ.പി എല്ലാവരും കണ്ടുവന്നിരുന്നത്. ഈ സംസ്ഥാനങ്ങൾക്ക് പുറമെ മിക്ക സംസ്ഥാനങ്ങളിലും ബി.ജെ.പിക്ക് സാന്നിധ്യമുള്ള കാലത്ത് പോലും ഈ ഹിന്ദി പാർട്ടി എന്നുള്ള ഒരു ചാപ്പ അത് ബി.ജെ.പിക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരുന്നു. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ മാത്രം വിജയിച്ച ഒരു ചരിത്രം കൂടി ബി.ജെ.പിക്കുണ്ട്. ഗുജറാത്തിലെ മെഹ്സാനയിലും ആന്ധ്രാപ്രദേശിലെ ഹനംകൊണ്ട ലോക്സഭാ സീറ്റിലും മാത്രമായിരുന്നു അന്ന് ബി.ജെ.പി വിജയിച്ചത്. എന്നാൽ അതേസമയം 90കളുടെ തുടക്കത്തിൽ ഉത്തർപ്രദേശിൽ ബി.ജെ.പി സ്ഥിരമായി വിജയം കൊയ്യാൻ തുടങ്ങുന്ന ഒരു സന്ദർഭം ഉണ്ടായി തുടങ്ങി. എന്നാൽ 2022 ബി.ജെ.പി പരാജയപ്പെടുകയും 15 വർഷത്തോളം സംസ്ഥാനത്ത് അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയും ഒക്കെ ചെയ്തു. ഈ പ്രാദേശിക പാർട്ടികൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിലൊക്കെ തന്നെയായിരുന്നു ബി.ജെ.പിയെ ഹിന്ദി പാർട്ടി എന്ന ലേബലിൽ തളച്ചിടാൻ മറ്റ് പ്രാദേശിക പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പ്രാദേശിക സംസ്ഥാന പാർട്ടികൾ സജീവമായ ഇടങ്ങളിലേക്ക് ഒരു ദേശീയ പാർട്ടിക്ക് കടന്നു കയറാൻ നിരവധി വെല്ലുവിളികൾ ഉണ്ട് താനും. ഒരിടക്കാലത്ത് ഉത്തർപ്രദേശ് ഈ സമാജ്വാദി പാർട്ടിയുടെയും അതിനോടൊപ്പം തന്നെ ബി.എസ്.പിയുടെയും കയ്യിലായിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ പൊളിച്ചുകൊണ്ടാണ് ബി.ജെ.പി അവിടെ ഇടം കണ്ടെത്തിയത്. ബീഹാറിലാവട്ടെ ലാലു പ്രസാദ് യാദവിന്റെയും നിതീഷ് കുമാറിന്റെയും നേതൃത്വത്തിലുള്ള RJD തന്നെയായിരുന്നു അവിടെ കൈയടക്കി വെച്ചിരുന്നത്. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ ദ്രാവിഡ പാർട്ടികളായ DMKയ്ക്കും AIDMKയ്ക്കും മാത്രമായിരുന്നു റോൾ ഉണ്ടായിരുന്നത്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ പിന്നെ എങ്ങനെയാണ് ബി.ജെ.പിക്ക് ഇന്ന് കാണുന്ന നിലയിലുള്ള ഒരു മെച്ചമുണ്ടായത്, അല്ലെങ്കിൽ എത്ര ശക്തി പ്രാപിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ഒരു ലേഖനം വിശദമാക്കിയിരിക്കുന്നത്. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഗത്തിന്റെ ഒരു ആരംഭത്തിന് ശേഷമാണ് ബി.ജെ.പി പ്രാദേശിക പാർട്ടികളുടെ കോട്ടകൾ കടപുഴക്കി വീഴ്ത്തിക്കൊണ്ട് അവിടെ കടന്നു കയറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. അതിന് കേന്ദ്ര നേതൃത്വം പ്രയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം എന്തെന്നാൽ ഈ പ്രാദേശിക നേതൃത്വങ്ങൾക്കുള്ള പ്രാധാന്യം കുറച്ചു. അതിനോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വം നേരിട്ട് തന്നെ സംസ്ഥാന പൊളിറ്റിക്സിൽ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾ നടത്താൻ തുടങ്ങി. അങ്ങനെ കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടായതോടുകൂടിയാണ് പ്രാദേശിക പാർട്ടികളുടെ ഉരുക്കുകോട്ടകളൊക്കെയും പിന്നീട് പതിയെ ബി.ജെ.പിയിലേക്ക് വരാൻ തുടങ്ങി. ഇന്ന് RJD, JDU, NCP, JDS തുടങ്ങിയ പ്രധാനപ്പെട്ട സംസ്ഥാന പാർട്ടികളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ബി.ജെ.പി ഇവിടെയൊക്കെ അവരുടെ വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നത്. ഇതേപ്പറ്റി വിശദമായ ലേഖനം തന്നെയാണ് RSSന്റെ മുഖപത്രം പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.